2026 ശക്തനായ നേതാവാകാനുള്ള രഹസ്യം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനാവാനുള്ള രഹസ്യം അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ മറഞ്ഞിരിക്കുന്നതല്ലെന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗരാണിക ഭാരതത്തിൽ എഴുതിയതാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, അതെ, സാമ്രാജ്യങ്ങളെ രൂപപ്പെടുത്തിയ ബുദ്ധിമാനായ തന്ത്രജ്ഞനും തത്വചിന്തകനുമായ ചാണക്യൻ്റെ ചിന്തയിൽ പറഞ്ഞ തന്ത്രങ്ങൾ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്നു. ഈ ആധുനിക ലോകത്തും നേതാക്കളെയും നേതൃപാടവമുള്ളവരെയും കഴിവുള്ളവരെയും രൂപാന്തരപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കാലാതീതമായ തത്വങ്ങൾക്ക് കഴിയും. അതിനാൽ നിങ്ങളൊരു കമ്പനിയെ നയിക്കുന്നുണ്ടെങ്കിലും, ഒരു ടീമിനെ നയിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതം നയിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കൂ. കാരണം ഈ ഓഡിയോയുടെ അവസാനത്തോടെ ആധുനിക നേതൃത്വ വെല്ലുവിളികളെ മറികടക്കുന്നതിന് ചാണക്യൻ പഠിപ്പിച്ച തന്ത്രങ്ങൾ എങ്ങനെ താക്കോൽ സ്ഥാനം വഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് 5 കാര്യങ്ങൾ പരിശോധിക്കാം. നമസ്കാരം, മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഒന്നാമത്തേത്, തന്ത്രപരമായ വിവേകത്തിൻ്റെ ശക്തി, അതായത് ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. ചാണക്യൻ വെറുമൊരു അധ്യാപകൻ മാത്രമായിരുന്നില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് ചക്രവർത്തിമാരുടെ കൂടെ നിന്ന് കെട്ടിപ്പടുത്ത ഒരു തന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിജയം ഭാഗ്യത്തിൽ നിന്നല്ല വന്നത്, അത് തന്ത്രപരമായ വിവേകത്തിൽ നിന്നാണ്. കുഴപ്പങ്ങൾക്കും പ്രതിസന്ധികൾക്കുമിടയിലും ബുദ്ധിപരവും സമയബന്ധിതവുമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഉപയോഗിച്ചിരുന്നു. എല്ലാ നേതാക്കളും 3 ചുവട് മുന്നോട്ട് ചിന്തിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്നത്തെ എൻ്റെ പ്രവൃത്തിയുടെ അദൃശ്യമായ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ഇത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു. സാമ്പത്തിക അനിശ്ചിതത്വം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിപ്രസരം, നിരന്തരമായ വിപണി മാറ്റങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് ചാണക്യൻ്റെ മനോഭാവം എക്കാലത്തേക്കാളും പ്രസക്തമാണ്. ഇന്നത്തെ വലിയ നേതാക്കൾ മാറ്റങ്ങളോട് വെറുതെ പ്രതികരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അവർ അദൃശ്യമായ കാര്യങ്ങൾക്കായി ആസൂത്രണം ചെയ്യുന്നു. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നതിന് മുമ്പ് അവർ വിജയത്തിനും പരാജയത്തിനും തയ്യാറെടുക്കുന്നു. ചാണക്യൻ ഒരിക്കൽ എഴുതി, ഏതെങ്കിലും പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത്? അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും? ഞാൻ വിജയിക്കുമോ? ഈ ലളിതമായ ചിന്ത വ്യക്തത സൃഷ്ടിക്കുന്നു. ഇത് ബുദ്ധിപരമായ നേതൃത്വത്തിൻ്റെ അടിത്തറയാണ്. രണ്ടാമതായി, അനിശ്ചിതത്വത്തിൻ്റെ ഘട്ടത്തിൽ ദീർഘവീക്ഷണവും ആസൂത്രണവും ഉണ്ടായിരിക്കുക. രാഷ്ട്രീയ അരാജകത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ചാണക്യൻ ജീവിച്ചിരുന്നത്. സഖ്യങ്ങൾ തകരുന്നു, സാമ്രാജ്യങ്ങൾ തകരുന്നു, ശത്രുക്കൾ പുഞ്ചിരികൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ദീർഘവീക്ഷണത്തിൽ വർത്തമാനകാലത്തിനപ്പുറത്തേക്ക് കാണാനുള്ള കഴിവും പ്രാവീണ്യവും നേടിയതുകൊണ്ട് അദ്ദേഹം അതിനെ മറികടന്നു. അനിശ്ചിതത്വം ഒരു ഭീഷണിയല്ലെന്നും അത് തയ്യാറെടുപ്പിൻ്റെ ഒരു പരീക്ഷണമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. നമ്മുടെ ആധുനിക സാഹചര്യത്തിൽ അത് ആഗോള സാമ്പത്തിക മാറ്റങ്ങളായാലും ഡിജിറ്റൽ പരിവർത്തനമായാലും അല്ലെങ്കിൽ സംഘടനാ പ്രതിസന്ധിയായാലും, പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന നേതാക്കൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതോടൊപ്പം ആസൂത്രണം ചെയ്യുന്നവരുമാണ്. അവർ ഒരു വിജയത്തിനായി തയ്യാറെടുക്കുന്നില്ല, മറിച്ച് പലതിനും വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത്. അവർ തന്ത്രങ്ങൾ മെനയുക മാത്രമല്ല, സംവിധാനങ്ങൾ നിർമ്മിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഏറ്റവും വിജയകരമായ കമ്പനികൾ, ടെക് സ്റ്റാർട്ടപ്പുകൾ മുതൽ ആഗോള ഭീമന്മാർ വരെ ചാണക്യൻ്റെ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവർ നിരന്തരം പരിസ്ഥിതിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തടസ്സങ്ങൾ മുൻകൂട്ടി കാണുകയും മറ്റുള്ളവർ നിർബന്ധിതരാകുന്നതിന് മുമ്പ് മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്യുന്നു. ചാണക്യൻ്റെ വീക്ഷണത്തിൽ നേതൃത്വം എന്നത് വേഗത്തിൽ പ്രതികരിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് കൂടുതൽ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ കാണുക എന്നതാണ്. മൂന്നാമത്തേത്, സ്വാധീനത്തിനായുള്ള ഒരു ചട്ടക്കൂട്, സാമ, ദാന, ഭേദ, ദണ്ഡ എന്ന തത്വം. ചാണക്യൻ്റെ ഏറ്റവും പ്രശസ്തമായ നേതൃത്വ തത്വം സാമ, ദാന, ഭേദ, ദണ്ഡ എന്നിവയുടെ പുരാതന ചട്ടക്കൂടാണ്. ഇത് സ്വാധീനത്തിൻ്റെ 4 തൂണുകൾ എന്നറിയപ്പെടുന്നു. നമുക്കതിനെ ആധുനിക രീതിയിൽ വിഭജിക്കാം. 1. സാമ അഥവാ പ്രേരണ, ധാരണ, യുക്തി, നയതന്ത്രം എന്നിവയിലൂടെ മറ്റുള്ളവരെ ജയിക്കുക. ഉദാഹരണത്തിന്, ബിസിനസ്സിൽ ജയിക്കുക എന്നാൽ ഇതിനർത്ഥം
വ്യക്തമായ ആശയവിനിമയവും വൈകാരിക ബുദ്ധിയും ഉപയോഗിക്കുക എന്നതാണ്. 2. ദാന അഥവാ പ്രതിഫലം. മൂല്യത്തിലൂടെ പ്രചോദിപ്പിക്കുക, കഴിവുകളെ തിരിച്ചറിയുക, പരിശ്രമത്തിന് പ്രതിഫലം നൽകുക, നിങ്ങളുടെ ആളുകളിൽ നിക്ഷേപിക്കുക. 3. ഭേദ അഥവാ വിഭജനം. വ്യത്യാസങ്ങൾ മനസ്സിലാക്കി സംഘർഷങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുക. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് മത്സര താൽപ്പര്യങ്ങൾ എപ്പോൾ വേർതിരിക്കണമെന്ന് അറിയുക. 4. ദണ്ഡ അഥവാ അച്ചടക്കം അല്ലെങ്കിൽ ശിക്ഷ. പ്രേരണ പരാജയപ്പെടുമ്പോൾ അതിരുകൾ കർശനമായും ന്യായമായും നടപ്പിലാക്കുക. കോർപ്പറേറ്റ് ലോകത്ത് ഈ ചട്ടക്കൂട് ചർച്ചാതന്ത്രങ്ങൾ, സംഘർഷ മാനേജ്മെൻറ്റ്, നേതൃത്വ മനഃശാസ്ത്രം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. ഈ 4 പോയിന്റുകളിൽ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നും എപ്പോൾ ഉപയോഗിക്കണമെന്നും ഒരു ജ്ഞാനിയായ നേതാവിന് അറിയാമെന്ന് ചാണക്യൻ പറഞ്ഞു. അമിതമായ പ്രേരണ നിങ്ങളെ ദുർബലനാക്കുന്നു. അമിതമായ ശിക്ഷ നിങ്ങളെ ഭയപ്പെടുത്തുന്നു. സമനില ബഹുമാനം സൃഷ്ടിക്കുന്നു. ബഹുമാനം ശക്തിയെ നിലനിർത്തുന്നു. 4. കാഴ്ചപ്പാട് നഷ്ടപ്പെടാതെ മാറ്റത്തോട് പൊരുത്തപ്പെടൽ. ഒരു തന്ത്രവും ശാശ്വതമല്ലെന്ന് ചാണക്യൻ പഠിപ്പിച്ചു. നിങ്ങൾ മാറ്റത്തോട് പൊരുത്തപ്പെടുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങൾ അധപ്പതിക്കാൻ തുടങ്ങും. ശത്രുക്കളിൽ നിന്ന് പോലും നിരീക്ഷിക്കാനും പഠിക്കാനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അദ്ദേഹം രാജാക്കന്മാരെ ഉപദേശിച്ചു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിനർത്ഥം എളിമയുള്ളവനായിരിക്കുക, ജിജ്ഞാസയുള്ളവനായിരിക്കുക, വഴക്കമുള്ളവരായിരിക്കുക എന്നാണ്. ഒരു യഥാർത്ഥ നേതാവ് ഒരു രീതി മാത്രം പിന്തുടരില്ല. അവർ അവരുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നു. പല ആധുനിക നേതാക്കളും പരാജയപ്പെടുന്നത് ഇവിടെയാണ്. അവർക്ക് കാഴ്ചപ്പാടുണ്ട്, പക്ഷെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല. ലക്ഷ്യമല്ല, തന്ത്രമാണ് ക്രമീകരിക്കേണ്ടത് എന്ന് ചാണക്യൻ പറയുമായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുടെ കാലത്ത് അതിജീവിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. 5. ചാണക്യൻ്റെ ജ്ഞാനം 2026 കൊണ്ടുവരിക. അപ്പോൾ ചാണക്യൻ്റെ പുരാതന നേതൃത്വ തത്വങ്ങൾ ഇന്ന് നമുക്ക് എങ്ങനെ പ്രയോഗിക്കാൻ കഴിയും? നിങ്ങൾക്ക് ഉടൻ തന്നെ പരിശീലനം ആരംഭിക്കാൻ സഹായിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയാം. 1. മുൻകൂട്ടി ചിന്തിക്കുക. തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല, അവയുടെ ഭാവി ഫലങ്ങൾ ആസൂത്രണം ചെയ്യുക. 2. സന്തുലിതമായ സ്വാധീനം ഉപയോഗിക്കുക. എപ്പോൾ പ്രേരിപ്പിക്കണം, എപ്പോൾ പ്രതിഫലം നൽകണം, എപ്പോൾ വിഭജിക്കണം, എപ്പോൾ നടപ്പിലാക്കണം എന്നറിയുക. 3. ലക്ഷ്യം നഷ്ടപ്പെടാതെ പൊരുത്തപ്പെടുക. ലോകം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ രീതികൾ മാറ്റുക, എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് സ്ഥിരമായി നിലനിർത്തുക. ഇത് വെറും സിദ്ധാന്തങ്ങളല്ല, സാമ്രാജ്യങ്ങളെ രൂപപ്പെടുത്തിയ പ്രായോഗികവും തെളിയിക്കപ്പെട്ടതുമായ തന്ത്രങ്ങളാണ്. ഇന്നും സ്ഥാപനങ്ങളെയും തൊഴിലുകളെയും വ്യക്തിപരമായ സ്വാധീനത്തെയും രൂപപ്പെടുത്താൻ അവർക്ക് കഴിയും. ചാണക്യൻ്റെ ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ നേതൃത്വം അധികാരത്തെക്കുറിച്ചല്ല, അത് തന്ത്രത്തിലും സ്വത്വത്തിലും സമയത്തിലുമുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ചാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു വിഷമകരമായ പ്രതിസന്ധി നേരിടുമ്പോൾ സ്വയം ചോദിക്കുക, എൻ്റെ സ്ഥാനത്ത് ചാണക്യൻ എന്തു ചെയ്യുമായിരുന്നു? നിങ്ങളുടെ നേതൃപാടവം പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആധുനിക ലോകത്ത് വിജയത്തിനായി കൂടുതൽ കാലാതീതമായ വിഷയങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.